ഇതിൽ നടന്നു വന്നതിൽ ഇതൊരു വേറിട്ട അനുഭവമായിട്ട് തോന്നും. ക്ലൈമറ്റ് ആയാലും അവിടുത്തെ ജനങ്ങളായാലും അവിടുത്തെ നാടിൻ്റെ ഓരോ ലാൻഡ്സ്കേപ്പിംഗ് ആയാലും അവിടുത്തെ ടേസ്റ്റായ ഫുഡ്സ് ആ കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു വേറിട്ട അനുഭവമായിരുന്നു. കുറച്ച് ക്ഷമയും കൂടെ ഉള്ളവർക്ക് മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ ട്രെയിനിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ യാത്ര നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കലും ഫ്ലൈറ്റിൽ പോലെ അഫോർഡബിൾ ആയിട്ടൊരു ഇതല്ല. കുറച്ചുകൂടെ ക്ഷമയും അത് ആ യാത്ര അത്രത്തോളം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അത് ഒബ്സർവ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഇത് കുഞ്ഞ് മഞ്ഞിൽ കിടന്ന് കളിക്കുന്ന മഞ്ഞ് ആദ്യമായിട്ട് കണ്ടപ്പോൾ അവളെ എക്സ്പ്രഷൻസാണ് ഇതൊക്കെ. നമുക്ക് തന്ന ക്വാർട്ടേഴ്സ് ഇതായിരുന്നു. മണാലിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത ക്വാർട്ടേഴ്സ് ഇതൊക്കെയായിരുന്നു. നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ബാക്കിൽ കാണുന്നതൊക്കെ മഞ്ഞ് മലകളാണ് ഗൈസ്. രാവിലെ മോർണിംഗിലെ ഒരു വൈബാണിത്. മോർണിംഗിലിങ്ങനെ പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കാണുന്ന കുറച്ച് സൈറ്റ് സീനൊക്കെ ഇതൊക്കെ കൂടുതൽ അവിടെ ഇങ്ങനത്തെ വീടും ഇങ്ങനെയൊക്കെ നമുക്ക് ക്വാർട്ടേഴ്സാണ് കിട്ടുക ഗൈസ്. ഞാൻ മഞ്ഞ് കണ്ടപ്പം കയ്യിലെടുത്ത് വെച്ചിട്ട് നിൽക്കുന്നതാണത്. സന്തോഷം കൊണ്ട് കുറച്ച് മഞ്ഞ് ആദ്യമായിട്ട് കയ്യിൽ കിട്ടിയ സമയമാണത്. നമ്മൾ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് അവിടെ മഴ തന്നെ ഉണ്ടായിരുന്നു. ഇത് ഗ്രൂപ്പിൽ തന്നെ പിള്ളേരിങ്ങനെ നടക്കാൻ പോകുന്നതും ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ഇതവിടെ എവിടെയായിട്ട് താഴത്തെ ഭാഗങ്ങളിലൊക്കെ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഗൈസ്. പിള്ളേരെ ഇങ്ങനെ കാറിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മണാലിയിലെ തന്നെ ഒരു ട്രഡീഷനാണ്. ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ എടുക്കലുണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു. അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനും ഇട്ടു അത്. പിള്ളേർ അതൊക്കെ ഇട്ടിട്ട് ചില്ലായിട്ട് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മണാലിയിലെ തന്നെ അറിയപ്പെടുന്നൊരു ടെമ്പിളാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇത് അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ്. അതിലോട്ട് പോകുമ്പോൾ ആ ഒരു വഴിയും നടപ്പാതയും പൈൻമരങ്ങളൊക്കെ കൂടെയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കരമായിട്ട് നമുക്കൊരു കാംനെസ് ഫീൽ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഭയങ്കര ഫ്രഷാണ് ഇവിടെ. എയർ മൊത്തവും ഒരിക്കലും നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യത്തില്ല. കാരണം എന്താ പറയുക, എപ്പോഴും നല്ലൊരു ബോഡിയിലേക്ക് നല്ല എപ്പോഴും ആ ഒരു തണുപ്പിൻ്റെ ഒരു ഇതായത് എപ്പോഴും എല്ലാ സ്ഥലത്തും ഒരു ഫ്രഷ് എയറാണ് മൊത്തത്തിൽ അവിടെ. ഒരിക്കലും പൊടിപടലങ്ങൾ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുങ്ങളവിടെ ഇരുന്ന് കളിക്കുന്നതാണ് അവർ. ഫുള്ള് വർത്താനം പറയുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നത്. മൊണാസ്ട്രിയാണ് ഗൈസ് അവിടുത്തെ തന്നെ. എല്ലാവരും നടന്ന് കാണുകയാണ് മൊണാസ്ട്രിയൊക്കെ. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ആദ്യമൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കാഴ്ചകൾ കാണുന്നതിൻ്റെ ഒരു ആകാംക്ഷ കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് ഏതാണ് അതൊക്കെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് നിങ്ങളും